ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വിൽക്കുന്ന അച്ചാറാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ചുവന്ന മുളക് അങ്ങാടിയിൽ കിട്ടും, ഈ പച്ചമുളക് പഴുത്തു പോകുന്നതൊക്കെ. അപ്പോൾ അതും പച്ചമുളകും എല്ലാം കൂടെ വാങ്ങിയിട്ട് നല്ലോണം കട്ട് ചെയ്തിട്ട് നല്ലോണം വെള്ളമയം പോകാൻ വെക്കുക. ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടിയുള്ള ഒരു അച്ചാറാട്ടോ. ഇതിൽ വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം അതും ഉണ്ട്. എല്ലാം വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ലേ. എന്നിട്ട് നല്ലെണ്ണയിൽ ഉലുവയും കടുവും പൊട്ടിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എണ്ണ കൂടിപ്പോകാനും പാടില്ല, വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം അച്ചാറിടുമ്പോൾ. ഇത് മന്തീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. വേറെന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അത് അവിടുന്ന് മാളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അടുക്കി പിടിച്ചു. ഇത് ഞാൻ ഒരു 4 ശർക്കര ഉരുക്കാൻ വെച്ചതാട്ടോ. അത് ഈ അച്ചാറിലേക്ക് ഒഴിക്കാനുള്ളതാണേ. എരിവ് ഒന്ന് ബാലൻസ് ആണെങ്കിൽ ശർക്കര ഒഴിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പൊന്ന് ചേർക്കുമ്പോൾ അച്ചാറിനൊരു ഇത്തിരി മുന്നിൽ നിൽക്കണമല്ലോ. ഉപ്പും പൊടിയാണ് കേട്ടോ, എൻ്റെ കയ്യിലുള്ള അതാണ് ഇടുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ ആരെങ്കിലും അച്ചാർ ഇടുന്നുണ്ടെങ്കിൽ പറയണേ. ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് വേറൊരു രീതിയിലാണ് അച്ചാറിട്ടത്. ഇത് അച്ചാർ പൊടിയാണ് ചേർത്തത്. അച്ചാർ പൊടി ഒരു പാക്കറ്റിൻ്റെ പകുതി ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുകയില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷെ അച്ചാർ ഇട്ട പാട് ഏതിനൊരു കുത്തലുണ്ടാവും. ഒരു 6-7 ദിവസം കഴിയണം ഇതൊന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച അച്ചാർ പൊടി കേട്ടോ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ശർക്കര ഉരുക്കിയതും ചേർത്ത് ഇതെല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിൽ വിനീഗറും ചേർക്കുന്നുണ്ടേ, എന്നിട്ട് കേടായി പോവുമല്ലോ. ഇത് കായപ്പൊടിയാണ്, NS കായപ്പൊടിയാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ 2 അച്ചാറാണ് പെട്ടത്. ബീറ്റ്റൂട്ട് കൂട്ടിയിട്ടുണ്ട്, മുളക് കൂട്ടിയിട്ടുണ്ട്. മുളക് 2 രീതിയിലുള്ളത് ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് അന്നേരം തന്നെ നമ്മൾ മന്തിക്ക് ഉണ്ടാക്കുന്ന പച്ചമുളകിൻ്റെ അച്ചാറാണ്. ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ശർക്കര ഒന്ന് അരിച്ച് വയ്ക്കുക കേട്ടോ. ശർക്കര കട്ടിയിലായിരിക്കണേ ഉരുക്കേണ്ടത്. വേറെന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അത് വിനീഗറാട്ടോ. 1 കുപ്പി വിനീഗറിൻ്റെ പകുതി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടണം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ത് തന്നെ ആയാലും. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്താണ് നമുക്ക് അറിയുന്നതെന്ന് വെച്ചാൽ ആ അറിയുന്ന ജോലി 100 രൂപ ആണെങ്കിലും വെറുതെ ഇരിക്കാതെ ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്കതൊരു സംതൃപ്തി വേറെയാണ്. ഞാൻ ഈ അച്ചാറിടാൻ തുടങ്ങിയാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ജോലി ചെയ്യുന്നതെന്നുള്ള